സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പുരുഷ കമ്മീഷൻ എന്നത്. പുരുഷന്മാരുടെ ക്ഷേമത്തിനും മറ്റു വിഷയങ്ങളിലെ പരിഹാരങ്ങൾക്കും വേണ്ടി ഒരു കമ്മീഷൻ വേണമെന്ന് വാദമുയർത്തുന്നവർ നിരവധിയാണ്. രാഹുൽ ഈശ്വറാണ് അത്തരമൊരു വാദത്തിന് കൂടുതൽ ഊർജ്ജം നൽകുന്നത്. പാറശാല ഷാരോൺ വധക്കേസിലെ കുറ്റവാളി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തുവാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പരാമർശം. ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്നു രാഹുൽ ഈശ്വർ. പുരുഷന്മാരെ ആരെങ്കിലും വിഷം കൊടുത്തു കൊന്നാൽ പോലും അനുകൂലമായി അനുസ്മരണം നടത്താൻ സമൂഹം അനുവദിക്കാത്തതിന്റെ കാരണം കടുത്ത പുരുഷ വിരോധമാണെന്ന് രാഹുൽ ഈശ്വർ ആരോപിച്ചു. ഭരണഘടനാ പദവികളായ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും അഭിപ്രായം പറഞ്ഞതിന് തന്നെ വേട്ടയാടുന്നതായി രാഹുൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഹണി റോസിനെ വിമർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യുവജന കമ്മീഷൻ രാഹുലിനെതിരെ കേസെടുത്തിരുന്നു. തന്റെ ഭാഗം കേൾക്കാൻ കമ്മീഷൻ തയ്യാറായില്ലെന്നും രാഹുൽ ഈശ്വർ വിമർശിച്ചിരുന്നു. ഹണി റോസിനെതിരായ പരാതികളിൽ തനിക്കെതിരെ ഒരുപാട് കമ്മീഷനുകൾ വാളെടുത്തെങ്കിലും തനിക്കൊപ്പം നിൽക്കുവാൻ ഒരു കമ്മീഷൻ പോലും ഇല്ലെന്ന് രാഹുൽ പറഞ്ഞപ്പോൾ അത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. പ്രധാനമായും വ്യാജ പീഡന ആരോപണങ്ങൾ ഉയരുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പുരുഷ കമ്മീഷൻ വേണമെന്ന വാദം ശക്തമാകുന്നതിലേക്ക് വഴിവെച്ചത്. രാഷ്ട്രീയത്തിലും സമാനമായ അഭിപ്രായങ്ങളുള്ള ചിലരെങ്കിലും ഉണ്ടാകും. ആ കൂട്ടത്തിൽ പ്രധാനിയാണ് എൽദോസ് കുന്നപ്പള്ളി MLA. പുരുഷ കമ്മീഷന് വേണ്ടി നിയമസഭയിൽ പ്രത്യേകം ബിൽ അവതരിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് എൽദോസ് കുന്നപ്പള്ളി MLA. പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പുരുഷാവകാശ കമ്മീഷൻ അനിവാര്യമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വ്യാജ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തടയാനാണ് ശ്രമം. താൻ വ്യാജ പീഡന പരാതിയുടെ ഇരയാണെന്നും ആ അനുഭവം കൂടിയുള്ളതിനാലാണ് ബില്ല് അവതരിപ്പിക്കുവാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. വ്യാജ പീഡന പരാതിയിൽപ്പെട്ടാൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. പണം ലക്ഷ്യമിട്ടാണ് പല സ്ത്രീകളും സത്യമല്ലാത്ത പരാതികളുമായി വരുന്നത്. നടൻ സിദ്ദിഖിനെതിരെ പരാതി നൽകുവാൻ എന്തേ ഇത്ര വൈകിയതെന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. മോഷണമോ ആക്രമണമോ നടന്നാൽ എല്ലാവരും ഉടൻ പോലീസിൽ പരാതി നൽകും. ഇത്രയും ഗൗരവമായ ലൈംഗിക അതിക്രമം നടന്നാൽ മാത്രം എന്തുകൊണ്ട് സമയത്തിന് പരാതി നൽകുന്നില്ല? ഒരു സ്ത്രീ പരാതി നൽകിയാൽ ഉടൻ പുരുഷന്റെ ചിത്രം വാർത്തയായി നൽകും. പരാതിക്കാരിയുടെ ചിത്രം കൊടുക്കുന്നില്ലെങ്കിൽ ആരോപണം തെളിയുന്നതുവരെ പുരുഷന്റെ ചിത്രം നൽകരുതെന്നും എൽദോസ് കുന്നപ്പള്ളി തുറന്നടിച്ചു. വനിതാ കമ്മീഷന്റെ മാതൃകയിൽ പുരുഷ കമ്മീഷൻ കൊണ്ടുവരുന്നതിനായി എൽദോസ് കുന്നപ്പള്ളി സ്വകാര്യ ബിൽ അവതരിപ്പിക്കുവാൻ തയ്യാറെടുക്കുകയാണെന്ന് രാഹുൽ ഈശ്വറാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചിരുന്നത്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയത്തിന്റെ ഉൾപ്പെടെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപനം വ്യാപകമായി ചർച്ചയാകുകയാണ്. പുരുഷന്മാരുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഉൾപ്പെടെ സമാനമായ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഇത്തരമൊരു വാദത്തിന് കരുത്തു പകരുന്നത് സമീപകാലത്ത് ഉയർന്നുവന്ന പല വ്യാജ ആരോപണങ്ങൾ തന്നെയാണ്. സാമ്പത്തിക തർക്കങ്ങളിലും മറ്റും വ്യക്തിപരമായ വിഷയങ്ങളിലും ഉടലെടുക്കുന്ന പക പീഡന ആരോപണങ്ങളിലേക്ക് വഴിമാറുന്നു. ഇത്തരം വ്യാജ കേസുകളിൽപ്പെട്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും അതിലേറെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓഡിറ്റിന് വിധേയമാവുകയും ചെയ്യുന്നവർ ഏറെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പോക്സോ കേസുകൾ ദുരുപയോഗം ചെയ്യുന്നതായി പല ഘട്ടങ്ങളിലും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഏറെക്കുറെ അത്തരം ഒരു വാദം ശരി തന്നെയുമാണ്. കമ്മീഷനുകൾ ഒന്നും തന്നെ പുതുതായി പൊടുന്നനെ ഉയർന്നു വന്നില്ലെങ്കിലും വ്യാജ പരാതികളിൽ പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്തിയ ശേഷം മാത്രം കുറ്റവാളിയായി ചിത്രീകരിക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്.